കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പദവിയിൽ തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഈ കാലഘട്ടത്തിൽ അറിയപ്പെടണം എന്ന് ഈശോ അതിയായി ആഗ്രഹിച്ച് ഹംഗറിയിലെ പ്രവാചകിയായ മരിയ നതാലിയ എന്ന സിസ്റ്ററിലൂടെ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടപെടലുകളാണ് ഈ ആഴ്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ മൂന്നാമത്തെ ഈ എപ്പിസോഡിലും പരിശുദ്ധ അമ്മ സിസ്റ്റർ നതാലിയയിലൂടെ നമുക്ക് നൽകിയ വിലപ്പെട്ട ചില സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. അതിലാദ്യമായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ പുരോഹിതരോടുള്ള പരിശുദ്ധ അമ്മയുടെ സ്നേഹം വളരെ വ്യക്തമായി സിസ്റ്റർ നതാലിയയിലൂടെ അമ്മ പ്രകടിപ്പിക്കുകയാണ്. ഓരോ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ത്യാഗം ചെയ്ത് പുരോഹിത സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും പുരോഹിതർ ഉണ്ടായിരിക്കണമെന്നും പരിശുദ്ധ അമ്മ നതാലിയയിലൂടെ സന്ദേശം നൽകുന്നു. പൗരോഹിത്യത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും ഓരോ പുരോഹിതൻ്റെയും അമ്മയായി ഓരോ പുരോഹിതനോട് ചേർന്ന് ഞാനുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നതാലിയയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇത്രമാത്രം ലോകം മുഴുവനോടും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന പരിശുദ്ധ അമ്മയ്ക്ക് പുരോഹിതരെക്കുറിച്ചുള്ള ചില പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്നുണ്ട്. ഓരോ പുരോഹിതരെക്കുറിച്ചുമുള്ള പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷ ഒന്ന് മാത്രമാണ്: ആത്മാക്കളെ നേടുന്നവനായിരിക്കണം പുരോഹിതനെന്ന്. ആത്മാക്കളെ നേടുന്നവനായിരിക്കണം പുരോഹിതൻ. ആത്മാക്കളെ നേടാത്ത പുരോഹിതരെക്കുറിച്ചും പരിശുദ്ധ അമ്മ ഇപ്രകാരം ഒരു വേദന പങ്കുവയ്ക്കുന്നുണ്ട്. അമ്മയുടെ ഹൃദയത്തിന് ഇണങ്ങിയ പുരോഹിതരായി ഓരോ പുരോഹിതരും മാറണമെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു പുരോഹിതനായിരിക്കണം ഓരോ പുരോഹിതനുമെന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നതാലിയയ്ക്ക് കൈമാറിയ സമയത്ത് അവൾ ഒരു ദർശനം കണ്ടു. ഈശോ ഒരു യാചകനെ പോലെ നതാലിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈശോയുടെ യാചക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നതാലിയയ്ക്ക് ഒത്തിരി വിഷമം തോന്നി. നതാലിയ ഈശോയോട് ചോദിച്ചു, ഈശോയെ, എന്തുകൊണ്ടാണ് അങ്ങ് യാചക വേഷത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? നീ എവിടെ പോയിട്ട് വരികയാണ്? അപ്പോൾ ഈശോ നതാലിയയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ചില പുരോഹിതരുടെ അടുത്ത് പോയിട്ട് വരികയാണ്. നീ എന്തിനാണ് പുരോഹിതരുടെ അടുത്ത് ഇങ്ങനെ പോയത്? നീ എന്താണ് പുരോഹിതരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്? എന്താണ് നീ പുരോഹിതരിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? നിനക്കൊന്നും ലഭിക്കുന്നില്ലേ? നീ ഇങ്ങനെ യാചക വേഷത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? എന്താണ് നീ പുരോഹിതരിൽ അന്വേഷിക്കുന്നത് എന്ന് നതാലിയ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പുരോഹിതരിൽ ആത്മാക്കളെ തേടുകയാണ്. എന്നിട്ട് നതാലിയ ചോദിച്ചു,
നിനക്ക് ഓരോ പുരോഹിതരിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മാക്കളെ കിട്ടിയോ? ഈശോ പറഞ്ഞു, ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷത്തിൽ ആയിരിക്കുക. നത്താലി ചോദിച്ചു, ഈശോയെ, എന്തുകൊണ്ടാണ് പുരോഹിതർ നിനക്ക് ആത്മാക്കളെ തരാത്തത്? നീ വിളിച്ച് വിശുദ്ധീകരിച്ച് ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് ഒറ്റ ലക്ഷ്യമേ പുരോഹിതനുള്ളൂ, ഈശോയോട് ചേർന്നിരിക്കുക, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുക. ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ഈ പുരോഹിതരുടെ അടുത്ത് നീ ചെന്നപ്പോൾ ഏതാനും പുരോഹിതർക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മാക്കളെ തരാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈശോ പറഞ്ഞു, അനേകം പുരോഹിതര് എനിക്ക് ആത്മാക്കളെ തന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ. എന്നാൽ എൻ്റെ വേദന ഈ ഏതാനും പുരോഹിതരെ കുറിച്ചാണ്, ആത്മാക്കളെ നേടാത്ത, ആത്മാക്കളെ തരാത്ത പുരോഹിതരെ കുറിച്ച്. അപ്പോൾ നത്താലി ചോദിച്ചു, അനേകര് നിനക്ക് ആത്മാക്കളെ തരുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ പേര് നിനക്ക് തരാത്തത്? അപ്പോൾ ഈശോ പറയുന്ന ഇപ്രകാരമാണ്, മകളെ, ഈ പുരോഹിതർ എന്നെ തേടുന്നതിലുപരിയായി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പുറകെ പോവുകയാണ്. എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് പകരം സ്വന്തം ഇഷ്ടം അവർ ജീവിതത്തിൽ മുൻപന്തിയിൽ വച്ച് അതിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ലോകത്തിൻ്റെതായ സുഖങ്ങൾക്ക് പുറമേ പോകാൻ സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ അകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ അവർക്ക് സമയമില്ല. എൻ്റെ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെടുവാൻ അവർ സമയം കാണുന്നില്ല. ഈ ലോകത്ത് ഒരുപാട് മാധ്യമങ്ങൾക്ക് പുറമെയും വിനോദങ്ങൾക്ക് പുറമെയും അവരിൽ ഏതാനും പേർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം പോകുമ്പോൾ എൻ്റെ ആത്മാക്കളെ നേടുവാനോ എൻ്റെ ആത്മാക്കളുടെ പുറകെ പോകുവാനോ അവർക്കൊരു ആഗ്രഹമില്ല, താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ പുരോഹിതരുടെ അടുത്തൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരികയാണ്, അവരെന്തെങ്കിലും തരുമോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. പക്ഷേ എനിക്ക് ചില പുരോഹിതരിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിതരെക്കുറിച്ചുള്ള ഈശോയുടെ നൊമ്പരമാണ് നത്താലിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നാൽ ഈശോ അഭിമാനിക്കുന്ന അനേകം പുരോഹിതർ ലോകത്തിലുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനേകം പുരോഹിതർ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോ എന്തിന് വിളിച്ചോ ആ വിളിയോട് വിശ്വസ്തത പുലർത്തി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഏതാനും ചില പുരോഹിതർ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നൽകാതെ, ഈശോയെ ഒരു യാചകനായി പരിഗണിക്കുന്ന പോലും ചെയ്യാതെ, ഈശോ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നൽകാതെ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം ബുദ്ധിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് വചനത്തിലായിരിക്കുവാനോ വിശുദ്ധ ബലിയിൽ ആഴപ്പെടുവാനോ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് സമയം ചിലവഴിച്ച് ശക്തി സ്വീകരിക്കുവാനോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനോ ഒന്നും സമയം കണ്ടെത്താൻ സാധിക്കാത്ത ചില കെട്ടുകളിൽ പെട്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ അമ്മ വേദനിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മ ലോകത്തോട് പറയുക, മക്കളെ, നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത്രമാത്രം സ്വർഗത്തിൻ്റെ കൃപകൾ നിറയ്ക്കപ്പെടുന്ന പുരോഹിതരെ വീഴിക്കുവാൻ സാത്താൻ അനേക കെണികൾ വച്ചിട്ടുണ്ടെന്നും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലാണ് ഓരോ പുരോഹിതനും തൻ്റെ പൗരോഹിത്യ ജീവിതം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഉള്ള തിരിച്ചറിവ് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. ആയതിനാൽ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോ പുരോഹിതരെയും ശക്തിപ്പെടുത്തണം. ഈശോ ഓരോ പുരോഹിതൻ്റെയും അടുത്ത് ചെല്ലുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കുന്ന പുരോഹിതരായി ഈ ലോകത്തുള്ള എല്ലാ പുരോഹിതരെയും കാണുന്നതിന് വേണ്ടിയുള്ള കൃപ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച്, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഓരോ പുരോഹിതർക്കും ലഭിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇത്രമാത്രം സ്നേഹത്തോടെ പൗരോഹിത്യ ഗണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും അമ്മ ആവർത്തിച്ച് യാചിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇതോട് കൂട്ടിച്ചേർന്ന് നൽകിയിരിക്കുന്ന മറ്റൊരു സന്ദേശമാണ്,
ഓരോ കുംഭസാരത്തിൻ്റെ സമയത്തും ഈശോയുടെ രക്തം ലോകത്തിൽ നിറയുന്നുണ്ട് എന്ന സന്ദേശം. ഓരോ കുംഭസാരത്തിൻ്റെ സമയത്തും. അതുകൊണ്ട് അമ്മ പറയുക, പുരോഹിതർ കുംഭസാരക്കൂടിൽ ഇരിക്കുവാൻ സമയം കണ്ടെത്തണം. പുരോഹിതൻ ഒരുപാട് മണിക്കൂറുകൾ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവയ്ക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവൻ കുംഭസാരക്കൂട്ടിൽ ചിലവഴിക്കണം. ആളുകൾ കുംഭസാരക്കൂട്ടിൽ വന്നണഞ്ഞ് ഈ കൃപ സ്വീകരിക്കണം. ഇപ്പോൾ കൊറോണ വൈറസൊക്കെ പടർന്നതിന് ശേഷം COVID-19 രോഗത്തെ ഭയന്ന് കുംഭസാരമൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം ഇത് സാത്താൻ്റെ പ്രവർത്തനമാണ് എന്ന്. മാസങ്ങളായി കുംഭസാരിക്കാൻ സാധിക്കുന്നില്ല. അനേകർ കുംഭസാരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേകം പുരോഹിതർ ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിലായി പുരോഹിതർ കാണുന്ന ഒരു വലിയ ആശ്വാസത്തിൻ്റെ ഒരു അനുഭവം ഇപ്രകാരമാണ്. COVID-19 എല്ലാ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് കുംഭസാരിപ്പിക്കുവാൻ തയ്യാറായി തെരുവീഥികളിലേക്ക് പോലും കടന്നു ചെല്ലുന്ന പുരോഹിതർ ഇന്ന് ലോകത്തുണ്ട്. അവരെ അന്വേഷിച്ച് വരുന്ന ജനം ഇന്ന് ലോകത്തുണ്ട്. പരിശുദ്ധ അമ്മ അതിയായി സന്തോഷിക്കുകയാണ് ഇപ്രകാരമുള്ള ആളുകളെ, ആത്മാക്കളെ തേടുന്ന പുരോഹിതരെ നോക്കിക്കൊണ്ട്. ഈ ഒരു ഉത്തരവാദിത്വം ഇന്ന് പുരോഹിതർക്ക് മാത്രമേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മ പറയുക, നിങ്ങൾ പുരോഹിതർ കുംഭസാരക്കൂട്ടിൽ സമയം ചെലവഴിക്കണം. ഈ കുംഭസാരക്കൂട്ടിൽ ജനങ്ങൾ വന്നെത്തണം. കൃപയുടെ, കാരുണ്യത്തിൻ്റെ കൃപ കുംഭസാരക്കൂട്ടിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് കുംഭസാരത്തിൻ്റെ വേളയിൽ ലോകം മുഴുവനും യേശുവിന് രക്തം നിറയും എന്ന് അമ്മ പറയാനുള്ള കാരണം? അമ്മ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഓരോ പാപിയും ഓരോ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോയുടെ മുറിപ്പെട്ട ആ മുറിവുകൾ ഉണരുകയും ആ മുറിവുകളിൽ നിന്ന് ഈ കുമ്പസാരിക്കുന്ന, ആത്മാർത്ഥയോടെ കുമ്പസാരിക്കുന്ന ആ പാപിയുടെ മേൽ ഈശോയുടെ രക്തം കർത്താവ് ഒഴുക്കി ആ പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുന്നുവെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുകയുണ്ടായി. ഓരോ കുമ്പസാരക്കൂട്ടിലും ഈശോയുടെ രക്തം കൊണ്ടാണ് പാപക്കറകളും പാപങ്ങളും കഴുകിക്കളയുന്നത് എന്നുള്ള ആ ബോധ്യമ പരിശുദ്ധ അമ്മ നൽകിയിരിക്കുക. ആയതിനാൽ കുമ്പസാരക്കൂട് ഏറ്റവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയും അവിടെ കൂടെ വന്നണിഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജനമായി സഭ, മക്കൾ, പുരോഹിതരടക്കം മാറണമെന്ന് പരിശുദ്ധ അമ്മ ഏറ്റവും സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ നൽകുന്ന മറ്റൊരു സന്ദേശമാണ് നിങ്ങൾ കൃത്യ നിർവഹണത്തിലൂടെ ആത്മാക്കളെ നേടണം എന്നുള്ള സന്ദേശം. കൃത്യനിർവഹണത്തിലൂടെ ആത്മാക്കളെ നേടുക എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് എല്ലാ ദിവസവും ദൈവമേൽപ്പിച്ച വ്യത്യസ്ത ജോലികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന ജീവിത അന്തസ്സിന് അനുയോജ്യമായ ജോലികൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. എന്നാൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ഏറ്റവും വിശ്വസ്തയോടെ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. ചെറിയ ജോലിയായിരിക്കാം, ഒരുപക്ഷെ ചില കളപറിക്കുന്ന ജോലിയായിരിക്കാം, എത്ര നിസ്സാരമായ ജോലിയാണെങ്കിലും അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ജോലി ചെയ്യുന്ന മേഖലയെക്കുറിച്ച് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട് നഥാലിയോട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. മോളെ, നീ എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ആരംഭത്തിൽ തന്നെ എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നീ വിളിച്ച് ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന്. ഈ ലോകത്ത് നീ എന്ത് ജോലി ചെയ്താലും എൻ്റെ അമ്മയിലൂടെ ആ ജോലി ആരംഭിക്കണമെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ഓരോ ജോലി ചെയ്യുമ്പോഴും എൻ്റെ അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം നീ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നീ ചിന്തിക്കാത്ത രീതിയിൽ എൻ്റെ അമ്മ നിൻ്റെ ജോലി സമയത്ത് നിന്നെ സഹായിക്കുമെന്നും നിനക്ക് ആ ജോലി
ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കേണ്ട കൃപകൾ എന്നിൽ നിന്ന് എൻ്റെ അമ്മ നിനക്ക് വാങ്ങിത്തരുമെന്നും ഈശോ നത്താലിയോട് പറയുകയുണ്ടായി. എന്നിട്ട് അവസാനം ഈശോ പറഞ്ഞ ഇപ്രകാരമാ, ജോലിയുടെ ആരംഭത്തിൽ എൻ്റെ അമ്മയെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക, ജോലിയുടെ അവസാനവും എൻ്റെ അമ്മയെ വിളിച്ച് നിൻ്റെ ശുശ്രൂഷകൾ, നിൻ്റെ ജോലികൾ, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നീ പൂർത്തിയാക്കണമെന്ന്. എപ്പോഴും പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഈശോ നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ നത്താലിയായ്ക്ക് ഒരു വ്യക്തിയുടെ തനത് വിധി കാണുവാൻ ഈശോ അനുവദിച്ചു. ഈശോ വിധിയാളനായി തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഒരു വ്യക്തിയെ വിധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുക, തനത് വിധിയുടെ സമയം എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഈശോ സിസ്റ്റർ നത്താലിയെ കാണിച്ചത് കൊടുത്ത് ഇപ്രകാരമാ, ഈ വ്യക്തിയുടെ കൂടെ ആരുമില്ല, പക്ഷെ ഒരാളുണ്ട്, ആ വ്യക്തിയുടെ കാവൽ മാലാഖ. ആ വ്യക്തിയുടെ കാവൽ മാലാഖ തനത് വിധിയുടെ സമയത്ത് ആ വ്യക്തിയുടെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ മറുവശത്ത് പിശാച് നിൽക്കുന്നു. പിശാചും കാവൽ മാലാഖയും ഈ വ്യക്തിയോട് ചേർന്ന് നിന്ന് ദൈവസേനയിൽ ചില കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിയെ നിത്യനാശത്തിന് കർത്താവ് വിധിക്കുന്നത് നത്താലിയെ കാണുകയാണ്. നിത്യനാശത്തിന് വിധിച്ച ഉടനെ തന്നെ ഈ വ്യക്തിക്ക് താൻ ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തലമൊന്നുമില്ല, അദ്ദേഹത്തിനൊരു വേദന പോലുമില്ല. അദ്ദേഹം ഈശോയ്ക്ക് എതിർത്തിരിഞ്ഞ് നിൽക്കുകയാണ്. എതിർത്തിരിഞ്ഞ് നിൽക്കുന്ന ആ വ്യക്തിയെ അടുത്ത് നിൽക്കുന്ന പിശാച് പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദർശനം കണ്ടു. അതോടൊപ്പം തന്നെ അടുത്ത വ്യക്തി, ആ വ്യക്തി കാര്യം പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ് കരുണ കാണിച്ച് കർത്താവ് ഈ വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഈ വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത ഉടനെ തന്നെ ആരും അവിടെ നിന്ന് സംസാരിക്കുന്നില്ലെന്നാണ് സിസ്റ്റർ നത്താലിയെ വെളിപ്പെടുത്തുന്നത്. കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ഈ ആത്മാവ് ഒരു ഉറ പോലെ ഒരു ഡ്രസ്സ് ധരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നതായിട്ടും നത്താലിയ കണ്ടു. കാവൽ മാലാഖ ആ വ്യക്തി അനുഗമിക്കുന്നതായിട്ട് സിസ്റ്റർ നത്താലിയെ കാണുകയാണ്. എന്നാൽ ഇതിലൊക്കെ സിസ്റ്റർ നത്താലിയ കണ്ട ഒരു പ്രത്യേക കാര്യം ഇതാണ്, വിധിയുടെ സമയത്ത് ചില പ്രത്യേക നിമിഷങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം ഈ വ്യക്തിക്കും ഈശോയ്ക്കും മുൻപിൽ നിൽക്കുന്നതായിട്ട് സിസ്റ്റർ കണ്ടു. പരിശുദ്ധ അമ്മയെ എപ്പോഴും അവിടെയില്ല, എന്നാൽ ചില പ്രത്യേക സമയത്ത് പരിശുദ്ധ അമ്മ അവിടെ വരും. ഈശോയോട് ഒരു അഭിഭാഷകയെ പോലെ നമ്മൾ ഈ വ്യക്തിക്ക്, ഈ ആത്മാവിന് വേണ്ടി വാദിക്കുന്നത് നഥാനെ കാണുകയുണ്ടായി. പ്രത്യേകിച്ചും ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പരിശുദ്ധയമ്മയോട് ഭക്തിയുണ്ടായിരുന്ന മക്കൾ, പരിശുദ്ധയമ്മയ്ക്ക് സ്വയം സമർപ്പിക്കപ്പെട്ടിരുന്ന മക്കൾ, ഇപ്രകാരമുള്ള മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരു അഭിഭാഷകയെ പോലെ വാദിച്ച് ദൈവത്തെ സ്വാധീനിക്കുന്നത് നത്താലിയയ്ക്ക് കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് നത്താലിയ പറഞ്ഞിരുന്നു ഇപ്രകാരമാ, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരാത്മാവും നിത്യരക്ഷ നഷ്ടപ്പെടുത്തില്ല എന്ന് നത്താലിയ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വിധിയുടെ നിമിഷത്തിലും ഒരു അഭിഭാഷകയെ പോലെ അവൾ ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ കരുണ ആ വ്യക്തിക്ക് വേണ്ടി വാങ്ങിയെടുക്കും എന്ന് പങ്കുവെച്ച് നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ഈ അന്ത്യവിധിയുടെ നിമിഷത്തിലൂടെ കടന്നുപോയപ്പോൾ തനത് വിധി കഴിഞ്ഞു. ഇനി ഒരു അന്ത്യവിധിയുടെ ഒരു സീനും കൂടെ നത്താലിയയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കൊടും പാപിയായ ഒരു വ്യക്തിയാണ് അന്ത്യവിധിയുടെ നിമിഷത്തിൽ നത്താലിയ കാണുക. കർത്താവ് ഈ വ്യക്തിയെ വിധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം ഈശോ ക്ഷമിച്ചു. ആ വ്യക്തി നരകം അർഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കരുണാവാനായ കർത്താവ് അതെല്ലാം ക്ഷമിച്ചു അദ്ദേഹത്തിന് നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത് നിന്ന് പിശാചിന് അരിശം പൂണ്ടു. അടുത്തുനിന്ന് പിശാച് അരിശം പൂണ്ട് കോപത്തോടു കൂടി കർത്താവിനോട് പറഞ്ഞു, ഇത് അനീതിയാണ്. ഈ വ്യക്തി ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എല്ലാം എൻ്റെ കൂടെയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ചെയ്തു. ഇനി ഈ വ്യക്തി മരിച്ചു, അവൻ എനിക്കുള്ളതാണ്. നീ ഈ വ്യക്തിയെ രക്ഷിക്കുന്നത് അനീതിയാണ്. കാരണം ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ നിൻ്റെ കൂടെ ആയിരുന്നില്ല, അവൻ എപ്പോഴും എൻ്റെ കൂടെ ആയിരുന്നു. സാത്താൻ നീ ചെയ്യുന്ന അനീതിയാണ് എന്ന് കർത്താവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർത്തു,
ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിരവധി തെറ്റുകൾ ചെയ്ത് എന്നോട് സഹകരിച്ച് ഈ വ്യക്തിയെ നീ രക്ഷിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ നോക്കിക്കേ, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, എന്നിട്ട് നീ എന്നെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി എന്നെ നരകത്തിലേക്കിട്ടു. അത് അനീതിയല്ലേ? അപ്പോൾ കർത്താവ് സാത്താൻ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: നീ എന്നെങ്കിലും എന്നോട് നീ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ എന്ന്. നീ എന്തെങ്കിലും നീ ചെയ്ത തെറ്റിന് എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? സാത്താൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ നിന്നോട് ഒരിക്കലും മാപ്പ് ചോദിക്കുകയുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ വ്യക്തിയുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് അനേകം കരങ്ങൾ ഇന്ന് ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വ്യക്തിയെ നിനക്ക് തരാൻ സാധിക്കില്ല. കാരണം അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അനേകം കരങ്ങൾ എൻ്റെ സന്നിധിയിൽ ഉയർന്നിരിക്കുകയാണ്. നീ മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി നരകം സൃഷ്ടിക്കപ്പെടുകയില്ലായിരുന്നുവെന്ന് കർത്താവ് സാത്താനോട് പറയുന്ന ഒരു രംഗം നത്താലിയെ കാണുകയാണ്. ഇതിൽ നിന്ന് സിസ്റ്റർ നത്താലിയെ പങ്കുവെച്ചു തരുന്ന ഇപ്രകാരമാ: എപ്പോഴും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക, ദൈവസന്നിധിയിൽ എപ്പോഴും അനുതപിക്കുക. ദൈവം കരുണാമയനാണ്. നീ എത്ര കൊടും പാപിയാണെങ്കിലും ദൈവസന്നിധിയിൽ നീ അനുതാപത്തോടെ, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന്, ഞാൻ പാപിയാണെന്ന് നിരന്തരം യാചിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി ചോദിക്കുന്ന, ആഗ്രഹിക്കുന്ന, യാചിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളിലൂടെ തന്നെ നത്താലി നമ്മളുമായി പങ്കുവെച്ച് നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം അന്ത്യവിധിയുടെ നിമിഷത്തിൽ പോലും നമ്മെ സഹായിക്കുവാൻ ശക്തിയുള്ള അമ്മയാണ് ഈശോയുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയമെന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിലും ഇനി വരാനിരിക്കുന്ന ലോകത്തിലും ഏറ്റവും സുരക്ഷിതമായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത നമുക്ക് യാചിക്കുകയും ചെയ്യാം. സിസ്റ്റർ നത്താലിയയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഒന്ന്, നമ്മളെപ്പോഴും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചുകൊണ്ടേയിരിക്കണം, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കണം. രണ്ട്, നമ്മൾ ഈ പ്രാർത്ഥന എപ്പോഴും ചെല്ലുവാനായി പരിശുദ്ധയമ്മ ആവശ്യപ്പെടുകയാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് കൈയാളിക്കുന്നു എന്ന പ്രാർത്ഥന നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, പാപങ്ങളെക്കുറിച്ച് എപ്പോഴും പശ്ചാത്തപിച്ച് അനുതാപത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക, മാപ്പപേക്ഷിക്കുക. രണ്ട്, ബോധപൂർവം എൻ്റെ ഈശോയെ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ കൈയേൽപ്പിക്കുന്നു, കൈയാളിക്കുന്നുവെന്ന് നിരന്തരം പ്രാർത്ഥിച്ച് ആത്മാവിനെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മറ്റൊരു വളരെ വിലപ്പെട്ട സന്ദേശമാണ് നാവ് ഒരു കഠാരയാണ് എന്ന സന്ദേശം. നാവ് ഒരു കഠാരയാണ്. അമ്മ പറയുന്നു, കഠാര ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ കൊല്ലാനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ നാവിന് വ്യക്തികളെ മുറിവേൽപ്പിക്കാൻ സാധിക്കും, ഒപ്പം ഒരു വ്യക്തിയെ അവനെ നശിപ്പിക്കാനും സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറയുക. എന്നിട്ട് അമ്മ പറയുന്നു, അയൽക്കാരനെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന വ്യക്തികൾ നിത്യനാശത്തിൻ്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന്. അയൽക്കാരനെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന വ്യക്തികൾ നിത്യനാശത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷേ ഈ സത്യമൊക്കെ മനസ്സിലാക്കിയാണല്ലോ ജെറമ്യാ പ്രവാചകൻ താൻ 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുലിഖിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വയ്ക്കുക. ജെറമ്യാ 15:19, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും, വിലക്കെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ ഉദ്ഘോഷിച്ചാൽ നീ എൻ്റെ നാവായി മാറുമെന്ന്. നമ്മുടെയൊക്കെ നാവ് കൊണ്ട്
ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അവരുടെ ജീവിതങ്ങളിലെ തിക്താനുഭവങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അമ്മയുടെ സന്ദേശം നമ്മൾ നിത്യനാശത്തിൻ്റെ പാതയിലാണ്. വചനം പഠിപ്പിക്കുന്നു, അതിൽ നിന്നൊക്കെ പിന്മാറി നീ തിരിച്ചു വന്നാൽ ദൈവം എന്നെ ദൈവസനിൽ പുനഃസ്ഥാപിക്കും. വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ ഉദ്ഘോഷിച്ചാൽ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെയാകുമെന്ന് പഠിപ്പിക്കുകയാണ്. നാവിൻ്റെ ദുരുപയോഗം, വ്യർത്ഥ ഭാഷണം, ഇവയിൽ നിന്നെല്ലാം ഓടി അകന്ന് നാവിനെ പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അടുത്ത ഒരു സന്ദേശമാണ് ഡിപ്രഷൻ എന്ന ഒരു ആയുധം സാത്താൻ ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ അനേകരെ വീഴിക്കുവാനായി ഒരുക്കിയിട്ടുണ്ട് എന്ന സന്ദേശം. ഡിപ്രഷൻ എന്ന ആയുധം ഉപയോഗിച്ച് അനേകരെ സാത്താൻ വീഴ്ച കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നത്താലിയോട് ഇപ്രകാരം സന്ദേശം നൽകി, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അവസ്ഥയെക്കുറിച്ച് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ മനസ്സിനെ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ നിമിഷം തന്നെ ഇപ്രകാരം പറയണം, അത്തരം കൊണ്ട് ഏറ്റു പറയണം, എൻ്റെ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. എൻ്റെ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു. ഏതവസ്ഥയിൽ കടന്നു പോകുമ്പോഴും എൻ്റെ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഉരുവിടുമ്പോൾ സാത്താൻ അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ അമ്മ നത്താലിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ഇനി അവസാനമായി സഹോദരങ്ങളെ, ഉപവാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ പലപ്പോഴും നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നത്താലിയായിലൂടെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ട ഒരു ഉപവാസം വ്യത്യസ്ത ഉപവാസമാണ്. തീർച്ചയായും ഭക്ഷണം ഉപേക്ഷിച്ചൊക്കെ ഉപവസിക്കുന്നതിന് പരിശുദ്ധമ്മയ്ക്ക് സന്തോഷമാണ്. എന്നാൽ അമ്മ പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ കോപം, നിങ്ങളുടെ മാത്സര്യ ബുദ്ധി, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ സ്വാർത്ഥത, ഇതുപോലെ വെറുപ്പ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ശീലം, ഇവയിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കണം. ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഉപവസിച്ചിട്ട് ഈ തിന്മയൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉപവാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുക. ഒപ്പം ഉപവസിക്കുന്ന ദിവസങ്ങളിൽ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കണമെന്നും പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. അമ്മ ഇപ്രകാരം പറഞ്ഞു തന്നു, നിങ്ങൾ ഉപവസിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടുമേൽ നിന്ന് ത്യാഗം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധിയില്ലെങ്കിൽ, നിങ്ങൾ കോപം കൊണ്ടും അരിശം കൊണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും നിങ്ങൾ തിന്മ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ ഉപവാസത്തോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായതിനാൽ ഉപവാസ ദിവസങ്ങളിൽ എല്ലാ തിന്മയിൽ നിന്നും അകന്നു നിന്ന് ദൈവത്തെ മാത്രം ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിതം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുമ്പോഴാണ് ദൈവം ഉപവാസത്തിൽ പോലും പ്രസാദിക്കുന്നത് എന്നുള്ള സന്ദേശമാണല്ലോ നമുക്ക് നൽകുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് സിസ്റ്റർ മരിയ നത്താലിയായിലൂടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എപ്രകാരം രക്ഷ നമുക്ക് സ്വന്തമാക്കാമെന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഏതാനും സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയും സാഹചര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളുടെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.